നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരിൽ ഒട്ടേറെ പുണ്യദിനങ്ങളുമായി ഒരു വൈശാഖം പുണ്യമാസത്തിനു കൂടി നാളെ തുടക്കമാകും. വൈഷ്ണവ ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും മഹത്തരവും മഹനീയവുമായ പുണ്യം നിറഞ്ഞു തുളുമ്പുന്ന അതിപ്രാധാന്യമുള്ള ഈ വർഷത്തെ വൈശാഖ മാസമാണ് നാളെ പിറവിയെടുക്കുന്നത്. നാളെ ആരംഭിക്കുന്ന വൈശാഖ മാസം അടുത്ത മാസം 16 വരെ നീണ്ടു നിൽക്കും. സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുന്ന മാസമായും വൈശാഖ മാസത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. വൈശാഖത്തിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം മഹാഭാഗ്യമായി പരിണമിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതിവിശേഷമായാണ് കണക്കാക്കുന്നത്. മേടമാസത്തിലെ കറുത്ത വാവു ദിനത്തിൻ്റെ അടുത്ത ദിവസം മുതൽ ഇടവമാസത്തിലെ കറുത്ത വാവു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ 30 ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിനും സൽക്കർമ്മ പ്രവർത്തികൾക്കും അതിവിശേഷമായി ഗണിച്ചിരിക്കുന്നു. വൈശാഖത്തിൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതിവിശേഷമാകുമ്പോൾ ഒരു ജന്മസാഫല്യമാണ് ഓരോ ഭക്തനും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഭജഗോവിന്ദങ്ങൾ കേൾക്കുന്ന ഗുരുവായൂരമ്പലത്തിൽ ഭക്തകോടികൾക്കു ദർശനമേകാൻ കാത്തിരിക്കുകയാണ് വൈകുണ്ഠനാഥൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സങ്കീർണമായ താന്ത്രിക പൂജാവിധിക്രമങ്ങൾ വൈശാഖ മാസത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്നു. ദാനധർമ്മങ്ങൾക്കും ഈശ്വരചിന്തകൾക്കും സത്പ്രവൃത്തികൾക്കും വൈകുണ്ഠനാഥൻ തക്ക പ്രതിഫലം നൽകുമെന്ന് വിശ്വസിച്ചുവരുന്നു. മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഓരോ ഭക്തനെയും നേരിൽ കാണാൻ വേഷപ്രച്ഛന്നനായി സമീപിക്കുന്നതും ഈ പുണ്യമാസത്തിലാണെന്ന് വിശ്വസിച്ചുവരുന്നു. ശ്രുതികളും സ്മൃതികളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദാന്തങ്ങളുമൊക്കെത്തന്നെ വൈശാഖ പുണ്യമാസത്തെ അതിപ്രാധാന്യത്തോടെ വർണ്ണിക്കുന്നുണ്ട്. തികച്ചും ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ ഒട്ടേറെ മഹത്തരമായ ദിവസങ്ങളും വന്നുചേർന്നത് ആത്മീയതയ്ക്ക് നിറപകിട്ടേകുകയാണ്. ബലരാമ അവതാര സുദിനമായ അക്ഷയ തൃതീയ, സകല വിജ്ഞാനത്തിൻ്റെയും ഏഴാകാശം കീഴടക്കിയ ഭാരതപുത്രൻ ആദിശങ്കരൻ്റെ ജന്മദിനമായ ശങ്കരജയന്തി, നരസിംഹജയന്തി തുടങ്ങി ഒട്ടേറെ വിശേഷ ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ പുണ്യമാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമാകും. വൈശാഖ മാസത്തോടെ അനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ആഞ്ഞം, മേലാടം, തട്ടയൂർ, തോട്ടം എന്നീ 4 ഇല്ലങ്ങളിലെ ആചാര്യന്മാർ തുടങ്ങിവെച്ച ഭാഗവത സപ്താഹങ്ങൾ അവരുടെ പിന്മുറക്കാരും ശിഷ്യരും വളരെ വിപുലമായി ഇപ്പോഴും പിന്തുടർന്ന് വരികയാണ്. ഗുരുവായൂരിൽ ഭക്തജന ബാഹുല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും വൈശാഖ മാസത്തിലും മണ്ഡലകാലത്തുമാണ്. അക്കാരണത്താൽ തന്നെ വഴിപാടിനത്തിനും ഈ കാലയളവിൽ വൻ വർധനയാണ്. ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേവസ്വം വകയായി മഹാപണ്ഡിതരുടെ ആത്മീക പ്രഭാഷണത്തിനും നാളെ തുടക്കമാകും. വൈകിട്ടത്തെ ആത്മീക പ്രഭാഷണം ഒരു മാസം നീണ്ടുനിൽക്കും. അത്ഭുതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും ആത്മസംതൃപ്തിയോടെ ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.